ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരുന്ന ദൈവവചനത്തിൽ നിന്നും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യാം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതായ ദൈവവചനം ലേവ്യ പുസ്തകം 19 അധ്യായം 12 വചനം. എൻ്റെ നാമത്തെ കൊണ്ട് കള്ളസത്യം ചെയ്ത് നിന്റെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത്, ഞാൻ യഹോവയാകുന്നു. വസുദൈവ കുടുംബകം എന്ന സംസ്കൃത വാക്യത്തിൻ്റെ അർത്ഥം ലോകം ഒരു കുടുംബമായി തീരുക എന്നതാണ്. ഈ ആശയത്തിൻ്റെ ആഴവും പരപ്പും എത്രത്തോളമാണെന്ന് തിരിച്ചറിയുവാൻ ലേവ്യ പുസ്തകം 19 അധ്യായത്തിലേക്ക് നോക്കിയാൽ മതിയാകും. ഇവിടെ സഹോദരന് വേണ്ടി നിലകൊള്ളുന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ദൈവം നമ്മെ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. വയലിൻ്റെ വലതുഭാഗത്തിലെ വിളകൾ കൊയ്തെടുക്കാതെ ദരിദ്രനും പരദേശിക്കുമായി വിട്ടു നൽകുവാൻ പ്രവാചകനിലൂടെ തൻ്റെ ജനത്തോട് അരുളി ചെയ്യുന്ന സത്യദൈവത്തെ നാം വേദപുസ്തകത്തിൽ കാണുന്നു. സ്നേഹം, കരുതൽ എന്നിവ കുടുംബത്തിലോ നമുക്കുള്ളവർ എന്ന് നാം ചിന്തിക്കുന്നവരിലേക്കോ മാത്രം പകരപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് അപരനിലേക്കും ചൊരിയപ്പെടേണ്ടതാണ്. ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിക്കുന്നതിന് മറുപടിയായി യേശുക്രിസ്തു പഠിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട 2ാമത്തെ കൽപ്പനയാണ് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നത്. മനുഷ്യർ തങ്ങളിലേക്ക് തന്നെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നതായ ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിസ്വാർത്ഥമായി സഹജീവികളെ സ്നേഹിക്കുവാനും കരുതുവാനും അവരുടെ ജീവിതങ്ങളോട് ഇടപെടാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. മനുഷ്യരുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും പ്രധാനമായും 2 രീതിയിൽ വേർതിരിക്കാവുന്നതാണ്: ഇമോഷണൽ ആൻഡ് റേഷണൽ. മനുഷ്യബന്ധങ്ങളിൽ നാം യുക്തി കൊണ്ട് മാത്രം ഇടപെടുമ്പോൾ അവിടെ ലാഭനഷ്ടങ്ങളുടെ തുലാസിൽ മാത്രമേ ബന്ധങ്ങൾ അളക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇമോഷണൽ തിങ്കിങ്ങിനെ ഹൃദയം കൊണ്ട് ചിന്തിക്കുക എന്ന് ആലങ്കാരികമായി പറയാറുണ്ട്. ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോൾ അവിടെ സ്നേഹവും കരുതലും കരുണയുമൊക്കെ ആയിരിക്കും അളവുകോലായി മാറുന്നത്. ചിലപ്പോഴെങ്കിലും ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന മനുഷ്യനായി തീരുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അപ്രകാരം ഇന്നലേക്കാൾ അല്പം കൂടി അധികം സ്നേഹിക്കുവാൻ, കരുതുവാൻ, ചുറ്റുപാടുകളോടും സമസൃഷ്ടികളോടും കരുണ കാണിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കണമെന്ന് വളരെ വിനയത്തോടും സമർപ്പണത്തോടും സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ സഹായിക്കും, ദൈവം നമ്മെ അനുഗ്രഹിക്കും. ആമേൻ.